ജെ മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 9. നാട്യങ്ങൾക്കതീതമായി. ഒരു ചെറിയ കുട്ടി വിശാലമായ ലോകത്തെ ആദരവോടെയും അത്ഭുതത്തോടെയും നോക്കുകയാണ്. അനന്തത മനസ്സിന് സങ്കല്പിക്കുവാൻ കഴിയുന്നതിനപ്പുറം പരന്നു കിടക്കുന്നു. അതിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കണമെങ്കിൽ കുട്ടി തൻ്റെ സ്ഥൂലത ഉപേക്ഷിച്ച് സൂക്ഷ്മമാകേണ്ടി വരും. സൂക്ഷ്മമാകുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയിൽ ലയിക്കലാണ്, സൂക്ഷ്മതയുമായി താതാത്മ്യം പ്രാപിക്കലാണ്. ഇനി ഒരിക്കലും വ്യക്തിത്വമോ വ്യതിരിക്തതയോ ഇല്ല, ദ്വിത്വങ്ങളില്ല. ദ്വിത്വമില്ലായ്മയിൽ സൂക്ഷ്മാവബോധം മാത്രമാണ് ഉള്ളത്. കാണുന്നവനും കാഴ്ച വസ്തുവുമില്ല, ആരുമില്ല. ഏകത്വം മാത്രമുണ്ട്, പൂർണ്ണമായ ഏകത്വം. ജീവചൈതന്യത്താൽ നിലനിർത്തപ്പെടുന്ന മഹാകോടി പദാർത്ഥങ്ങളും ജീവികളും ആഴമറ്റ സൃഷ്ടികൾ. പിതാവിന് താൻ തൻ്റെ സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായി ബോധിക്കുവാൻ വേണ്ടി മാത്രം ആപേക്ഷികത അതിൻ്റെ പൂർണ്ണശോഭയിൽ ദ്വിത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിനു വേണ്ടി മാത്രം മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ സൃഷ്ടികൾ, കേൾക്കാവുന്നതും കേൾക്കാൻ കഴിയാത്തതുമായ ശബ്ദങ്ങൾ, ഒരു ജീവകോശവും നക്ഷത്ര സമൂഹങ്ങളും സ്ഥൂലപ്രപഞ്ചങ്ങളും സൂക്ഷ്മജഗത്തുകളും, മനുഷ്യരും ദൈവങ്ങളും അർദ്ധദൈവങ്ങളും, നല്ലതും ചീത്തയും നിഗൂഢമായതും പൊയ്മുഖങ്ങളും, മായയും ദൈവികതയും, മനസ്സും പദാർത്ഥത്തിന്മേൽ അതിനുള്ള നിയന്ത്രണവും മായയുടെയും സൃഷ്ടാവിൻ്റെയും ഇടയിലുള്ള ദ്വിത്വത്തിൻ്റെയും ഏതാണ്ട് അതേ ഫലം. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭാപൂരത്തിൻ്റെ ആപേക്ഷികമായ ഇരുട്ടിൽ സൃഷ്ടാവ് എല്ലാത്തിൻ്റെയും പിന്നിൽ മറഞ്ഞിരിക്കുന്നു. ആപേക്ഷികമായ ഇരുട്ട് എന്നത് കണ്ണഞ്ചിക്കുന്ന വെളിച്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ വ്യാഖ്യാനമാണ്. എന്തുകൊണ്ടെന്നാൽ ഉജ്ജ്വല പ്രകാശം നമ്മുടെ കണ്ണുകൾ അടപ്പിക്കുന്നു. അതിനെ മനസ്സിലാക്കുവാനുള്ള ഒരേ ഒരു മാർഗം നാം അതേ പ്രകാശമായി തീരലാണ്. ദൈവീക നാടകം അതിൻ്റെ എല്ലാ മഹിമയിലും ഓരോ നിമിഷത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ പിതാവിൻ്റെ ഉജ്ജ്വലമായ ദൈവികത്വം കാണാനുള്ള കണ്ണ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നാം മനസ്സിലാക്കും, നാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഭൗതിക നേട്ടങ്ങളെല്ലാം തുലോം നിസ്സാരമാണെന്നും അവയൊന്നും ആ മഹിമയുമായി സാദൃശ്യപ്പെടുത്താവുന്നത് പോലും അല്ലെന്നും. ഓരോ ദിവസവും നാം ഉണർന്നെഴുന്നേൽക്കുന്നു, ഒരു മുഖംമൂടി ധരിക്കുന്നു, ലോകത്തിനു മുന്നിൽ നമ്മെ അവതരിപ്പിക്കുന്നു. ജനങ്ങൾ നമ്മെ നോക്കുന്നു, നാം അവരെ നോക്കുന്നു, അന്യോന്യം തീർപ്പ് കൽപ്പിക്കുന്നു അഥവാ തീരുമാനിക്കുന്നു. ഇതാണ് അയാൾ ഇത്രയൊക്കെയേ ഉള്ളൂ. ഓരോ മനുഷ്യനും വേണ്ടി നാം നമ്മുടെ മനസ്സിൽ ഓരോ ചട്ടക്കൂട് ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് അല്പം പോലും നീങ്ങുവാൻ നാം അയാളെ അനുവദിക്കുന്നില്ല. നമ്മുടെ കാഴ്ചപ്പാട് പലപ്പോഴും സ്വേച്ഛാധിപത്യപരമാണ്. നാം നമ്മുടെ പ്രതിച്ഛായയിൽ മനുഷ്യരെ നിർമ്മിക്കുന്നു, അല്ലാത്തവരെ നശിപ്പിക്കുന്നു. കൾട്ടുകളുടെ തത്വശാസ്ത്രവും ഇതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിനെയെല്ലാം മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യരെ ഉൾപ്പെടെ നശിപ്പിക്കുവാനാണ് നമുക്ക് ഇഷ്ടം. ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നാം അവയെ നശിപ്പിക്കുന്നു. സാമാന്യമായി നാം എതിർപ്പിനെ ഇഷ്ടപ്പെടുന്നില്ല, ചോദ്യം ചെയ്യപ്പെടൽ ഇഷ്ടപ്പെടുന്നില്ല. നാം മരിച്ചവരെ ഇഷ്ടപ്പെടുന്നതിന് ഇതും കാരണമാണ്. അവർ ഒരിക്കലും തിരിച്ച് എന്തെങ്കിലും പറയുകയോ തർക്കിക്കുകയോ ചെയ്യുന്നില്ല. നമുക്ക് അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി പക്ഷികൾക്ക് വിസർജനത്തിന് ഉപയോഗിക്കാനായി തെരുവുകളിൽ സ്ഥാപിക്കാം. മരിച്ചവർ പരാതിപ്പെടുകയില്ല, അവർ വിട വാങ്ങിക്കഴിഞ്ഞു. അവരുടെ പ്രതിച്ഛായയെ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് അവർ ഉത്കണ്ഠപ്പെടുന്നില്ല. മഹാന്മാരായ ചിന്തകന്മാർ ജീവിച്ചിരിക്കുമ്പോൾ നാം അവരെ അപഹസിക്കുന്നു. മരണശേഷം നാം അവരെ വാഴ്ത്തുകയും അവരുടെ പേരിൽ സംഘങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നമുക്ക് വളരെയധികം പരിമിതികളുണ്ട്, എന്നാൽ നമുക്ക് അത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. ഭൂമിയിൽ നിരുപാധികമായ സ്നേഹം വളർന്നു പുഷ്ടിപ്പെടാത്തതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലകളിൽ അപ്രതീക്ഷിതമായി പാവപ്പെട്ടവരുടെ പാർപ്പിടങ്ങളിലോ മൃഗങ്ങളിലോ പക്ഷികളിലോ മറ്റു ജീവികളിലോ മാത്രം ഈ സ്നേഹം കാണപ്പെടുന്നു. യഥാർത്ഥ മനുഷ്യൻ വാസ്തവത്തിൽ മറ്റൊന്നാണ്. എപ്പോഴും മൂന്നാമത് ഒരു തലമുണ്ട്. അഹംബോധരഹിതമായ കാലരഹിതമായ നാട്യങ്ങൾക്കിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സത്തയുണ്ട്. ഇതിനെ നമ്മുടെ ഗാഢനിദ്രാവസ്ഥയിൽ നാം എന്താണോ അതുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. എല്ലാ വ്യക്തിവിശേഷങ്ങളും സമയവും സ്ഥലവും ശൂന്യതയിലേക്ക് ലയിക്കുന്ന അവസ്ഥ. ജീവൻ ഉണ്ടെങ്കിലും ഉണരുന്നതുവരെ ഒരാൾ പൂർണ്ണമായും ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. തൻ്റെ മൂന്നാം മാനത്തെക്കുറിച്ചുള്ള ഈ അറിവില്ലായ്മ ചിലപ്പോൾ അയാളെ പ്രകടമായ മോഹഭംഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു.
അഹംബോധം അനിവാര്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. നിങ്ങളൊരു കർമ്മയോഗിയാണെങ്കിലും ഭക്തിയോഗിയാണെങ്കിലും ജ്ഞാനയോഗിയാണെങ്കിലും വേണ്ടില്ല, അഹംബോധം എല്ലാത്തിലേക്കും ഇഴഞ്ഞെത്തുന്നു. ശരിയായ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും അഹംബോധത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ നമുക്ക് കഴിയും. അപ്പോൾ അത് നമ്മെ ആത്മീയമായി കൂടുതൽ വികസിപ്പിക്കുന്നു. നമ്മുടെ വസ്തുനിഷ്ഠതയും അവബോധവുമാണ് പുരോഗതിയെ സഹായിക്കുന്നത്. നാം ആരായാലും എന്തു ചെയ്താലും ആത്മനിഷ്ഠമായ സമീപനം മിക്കവാറും എല്ലായ്പ്പോഴും കൂടുതൽ കർമ്മബന്ധങ്ങളെ വളർത്തുന്നു. സ്ഥൂലമായതിനെല്ലാം നിശ്ചിതമായ കാലയളവുണ്ട്. ആത്മാവ് ഉൾപ്പെടെ ജനിച്ചതെല്ലാം മരിക്കണം. ആത്മാവ് അനന്തനായ പിതാവിൽ നിന്ന് ഉണ്ടായതാണ്. ഏതെങ്കിലും ഒരു കാലത്ത് അദ്ദേഹത്തിലേക്ക് തിരികെ പോകേണ്ടതുണ്ട്. ദൂരവും കാലയളവും വ്യത്യാസപ്പെടാം, എന്നാൽ യാത്രയും ലയനവും സുനിശ്ചിതമാണ്. ഏറ്റവും സൂക്ഷ്മമായ പരബ്രഹ്മത്തിൻ്റെ പിതാവിൻ്റെ രാജ്യത്ത് ഒരു ആത്മാവ് പോലും, പ്രത്യേകിച്ച് അതിന് കർമ്മഭാണ്ഡം ഉണ്ടെങ്കിൽ, സ്ഥൂലമായി കരുതപ്പെടാം. ആത്മാവ് പിതാവിൻ്റേതിന് തുല്യമായ സൂക്ഷ്മത നേടിക്കഴിഞ്ഞാൽ അത് വേറിട്ട് ഒരു സത്തയായി നിൽക്കുകയില്ല. അത് പൂർണ്ണമായും പിതാവുമായി ഒന്നായിത്തീരുന്നു. അതുവരെ അതിന് ദ്വിത്വം അനുഭവപ്പെടുന്നു. നമ്മുടെ മണ്ഡലങ്ങളിൽ നിന്ന് അത് അറിയുവാൻ കഴിയുകയില്ലെങ്കിലും കർമ്മം സ്ഥൂലമാണ്. സൂക്ഷ്മാകാശ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് അതിനെ വഹിക്കുന്ന ആത്മാവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് കൂടുതൽ സ്പഷ്ടമാണ്. അതുകൊണ്ട് കർമ്മം സ്ഥൂലമാണ്. പദാർത്ഥമാണ് ഏറ്റവും സ്ഥൂലമായത്. ജീവികൾ തമ്മിൽ ഉത്കർഷത്തിൽ ഉള്ള വ്യത്യാസം സൂക്ഷ്മതയുടെ തലങ്ങളിൽ ഉള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് അനിവാര്യമായി ഒരാൾ എന്തു ചെയ്യുന്നു എന്നതല്ല, എങ്ങനെ ചെയ്യുന്നു എന്നതാണ് പ്രധാനം. വികാരപൂർവമുള്ള അനിയന്ത്രിതമായ സംതൃപ്തി നേടൽ കാർമ്മികമായ അടിമത്തത്തിനു തുല്യമാണ്. വികാരം കൂടാതെയുള്ള സംതൃപ്തി തേടൽ വിമോചന മനോഭാവത്തിന് തുല്യമാണ്. ഇതിൻ്റെ അർത്ഥം ഒരു കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആപേക്ഷികമായി ചെയ്യുന്നവനെ അത് ബാധിക്കുന്നില്ല. അത് ഉള്ളതുകൊണ്ട് അയാൾ അതിനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അത് ഇല്ലാതായാലും ആപേക്ഷികമായി ചെയ്യുന്നവന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ആപേക്ഷികമായി ചെയ്യുന്നയാൾ പ്രവർത്തിക്കുന്ന തലം വസ്തുനിഷ്ഠമാണെങ്കിൽ ഏത് സമയവും സ്ഥലവും അങ്ങനെ തന്നെ ആയിരിക്കും. കൂടുതൽ സ്ഥൂലമായ തലത്തിൽ ചിന്തയ്ക്കും വാക്കിനും പ്രവൃത്തിക്കും ഉടമസ്ഥതയുണ്ട്. കൂടുതൽ സൂക്ഷ്മമായ തലത്തിൻ്റെ സത്ത അതിൽ ഉടമസ്ഥതയും കർത്തൃത്വവും ഇല്ല എന്നതാണ്. പ്രവർത്തനം അത് നടന്നേ തീരൂ എന്നതുകൊണ്ടാണ്. കർമ്മം പ്രചോദിപ്പിച്ചതുകൊണ്ടല്ല നടക്കുന്നത്. പ്രവൃത്തിയുടെ കാരണം അനിവാര്യതയാണ്, ആവശ്യകതയല്ല. ഒരു ആകസ്മിക സംഭവം നമ്മുടെ മനസ്സിൽ ക്രമേണ വളർന്നു വലുതാകുന്നു. മനസ്സാണ് അപരാധി. ആരുടെയെങ്കിലും ഒരു ചിന്തയോ വാക്കോ പ്രവൃത്തിയോ നമ്മുടെ മനസ്സിൽ അതിൻ്റെ മുദ്ര പതിപ്പിക്കുന്നു. മനസ്സതിനെ ഊതി വീർപ്പിക്കുന്നു. ചിലപ്പോൾ അത് നമ്മിലോ നാം മൂലമോ ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ഒരു പരമ്പരയെ ഇളക്കിവിടുന്നു. പലപ്പോഴും നാം വികാരാധീനനാകുകയും നമ്മുടെ വികാരപ്രേരിതമായ പ്രവൃത്തികൾ വളരെ വിപത്കരമായ അന്ത്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഉദാഹരണം: മുന്തിരിങ്ങ മധുരമുള്ളതാണ്, ആരോഗ്യത്തിന് ഗുണകരവുമാണ്. സൂക്ഷിച്ചു വെച്ച് പുളിപ്പിച്ചാൽ അത് വീഞ്ഞായി തീരുന്നു. വീഞ്ഞിൻ്റെ നിയന്ത്രിതമായ ഉപയോഗം ശരീരവ്യവസ്ഥയ്ക്ക് നവചൈതന്യം നൽകുന്നു. വികാരപരമായ ഉപയോഗം ഉപഭോക്താവിൻ്റെ മസ്തിഷ്കത്തെ ബാധിക്കുകയും അയാളെ ഉന്മത്തനാക്കുകയും ബോധപൂർവമല്ലാത്ത പ്രവൃത്തികളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഏത് സംഭവവും നമ്മുടെ അടിത്തറയിൽ ഒരു അടയാളം അവശേഷിപ്പിക്കുന്നു. ഓരോ ദിവസവും നൂറുകണക്കിന് സംഭവങ്ങൾ നമ്മെ അലട്ടുന്നു. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനെ നിലവറയിലേക്ക് തള്ളുക, അല്ലെങ്കിൽ ഒന്നും അവശേഷിപ്പിക്കാതെ നശിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ നാം മോചിതരായി നിലകൊള്ളും. വികാരമാകുന്ന പശ അതിനെ ഉപബോധത്തിലേക്ക് ഒട്ടിക്കുന്നുവെങ്കിൽ അത് പ്രവൃത്തികൾക്ക് കാരണമാവുകയും കർമ്മം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. വികാരങ്ങൾ മനസ്സിൽ പോറ്റി വളർത്തപ്പെടുന്നു. അവ മനസ്സിൽ പെറ്റുപെരുകുന്നു. ഇത് താൽക്കാലികമാണ്, എന്നാൽ പ്രധാനവുമാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് കാർമ്മിക ബന്ധങ്ങളെ വളർത്തുന്നു. താങ്ക് യു. ജയ് മോഹൻജി.